ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ നെയിൽ കോണില്ലേ അത് പാത്രങ്ങളൊന്നും കേടാവാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റൈലിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ കറക്റ്റ് മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സാധാരണ പഴയ ടിന്ന് അതുപോലെ പഴയ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണല്ലോ മെയിലാഞ്ചി ഉണ്ടാക്കൽ. അപ്പം സെയിൽ ചെയ്യുന്നവർക്കെല്ലാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പാത്രങ്ങൾ കേടാവാണ്ട് തന്നെ നല്ല അടിപൊളി മെയിലാഞ്ചി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകമാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അതിന് പകരം നിങ്ങൾക്ക് ടീ പൗഡർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതാ ഒരു 8 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാനിപ്പോൾ മെയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലുള്ളൊരു കുക്കറിലാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് അലൂമിനിയം ഫോയിലാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ പാത്രം കേടാവാണ്ട് നല്ല രീതിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫോയിൽ നമ്മളൊരു 2 പ്രാവശ്യമെങ്കിലും ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിക്കൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഗൾഫിൽ നിൽക്കുന്നവർക്കെല്ലാം ഈ നെയിൽക്കോണൊന്നും അങ്ങനെ കിട്ടൂല. ഞാനെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് കൊണ്ടുവരൽ. പിന്നെ ആരും പാത്രം കേടാവെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയില്ല. പിന്നെ ഈ വലിയ ടിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനും കുറേ നോക്കിയിന് ടിന്നൊക്കെ കിട്ടുമെന്ന്. പിന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടൊരു വീഡിയോ കണ്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഫസ്റ്റ് ഒന്ന് ഫ്ലോപ്പായി. പിന്നെ 2-3 തവണ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയോണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്കൊന്ന് എല്ലാ സൈഡിലും എത്തുന്ന രീതിക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ടെയിലിൻ്റെ പീസോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാത്രം നമുക്ക് കേടാവാണ്ട് തന്നെ കിട്ടും. ലാസ്റ്റ് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് കേടാവാണ്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മാത്രം നമുക്ക് ആ പാത്രം കേടാവാണ്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മിക്സില്ല അതൊന്ന് ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുക്കറിന് കവർ ചെയ്തിട്ട് വേണം ഈ വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് ആവി പോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വരുന്ന ഒരു രീതിക്കുള്ള പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഈ വെള്ളം ഒന്ന് ചൂടാകുന്ന ടൈമിൽ നമ്മൾ ഇതൊന്ന് കോരി മാറ്റിയിട്ട് സാധാ പച്ചവെള്ളം അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കണം. എന്നാലും നമ്മൾ നല്ലോണം അതിൻ്റെ ആവി വെള്ളം കിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിലാകുമ്പോൾ നമുക്ക് നല്ലോണം കുറച്ച് പാനി ഇതിൽ നിന്ന് കിട്ടും. ഞാനിപ്പോൾ 2-3 തവണ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോയിട്ട് വെള്ളം അങ്ങനെ കിട്ടൂല. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം ഇതിൻ്റെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ ഇത് പുറത്തെടുക്കുന്നത്. ഇപ്പം കണ്ടില്ലേ നമ്മൾ പാത്രം ഒന്നും കേടാവാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കറ മാത്രമേ ഉള്ളൂ. അതൊന്ന് കഴുകിയാൽ പോകുന്നതാണ്.
അപ്പോൾ പാത്രം കേടാമെന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നല്ല സ്റ്റെയിനും കിട്ടുന്നുണ്ട്. കണ്ടോ, എൻ്റെ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലെല്ലാം അതിൻ്റെ കറ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ല ഡാർക്ക് കളറായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു 2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നത് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി കൂടിയോണ്ട് ഞാൻ കുറച്ചും കൂടി ഈ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ എല്ലാ നെയിലിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകിയാൽ മതി. അപ്പോൾ നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ തന്നെ കിട്ടും. അങ്ങനെ ഒരു 2 പ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഒരു 2 പ്രാവശ്യം നെയിൽ കോൺ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാമറയിൽ ഒരു റെഡ് കളറായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവാൻ. അത് ക്യാമറേൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.